പൊന്നയ്യ തേവര് കാരണം കൃഷിക്കാരുടെ അന്നം മുട്ടിന്ന് പറഞ്ഞ് കരയുന്ന നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പകലന്തിയോളം പാടത്ത് പണിയെടുത്തും വഞ്ചിയൂന്നിയും റിക്ഷ വലിച്ചും ചോര തുപ്പിയും തീർക്കാനുള്ളതാണോ ഇവിടുത്തുകാരുടെ ജീവിതം? സാധാരണക്കാരന്റെ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം കോലാടി ചോദിക്കാൻ പാടില്ലായിരുന്നു. എടാ, കൊച്ചിയിലെ കൊച്ചേട്ടന്മാരും കൊച്ചമ്മമാരും ചവച്ചു തുപ്പുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടേ തട്ടിയ ഇവിടത്തെ നാട്ടുകാർക്ക് എന്നാ ഉന്നമനം ഉണ്ടാകാൻ പോകുന്നേ? ഈ ചോദിച്ചത് ചോദ്യം. മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തട്ടുന്നതുകൊണ്ട് ഒരു ഉന്നമനവും ആർക്കുണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നുണ്ട് ഇവിടെ. ഓരോ കുടുംബത്തിലും ഓരോ ആൾക്ക് വീതം ജോലി കിട്ടാൻ പോകുന്നേ. അവിടെയാണ് അതിന്റെ പ്രസക്തി. ഒരു വിമാനത്താവളം വന്നതുകൊണ്ടാണ് നെടുമ്പാശ്ശേരി എന്ന ചെറു ഗ്രാമം ലോക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പറ്റിക്കോട്ടെ. ഒരു കോച്ച് ഫാക്ടറി വരുന്നത് കൊണ്ട് ചേർത്തല റെയിൽവേ മാപ്പിൽ ഇടം പിടിക്കാൻ പോകുന്നു. അതുപോലെ ഈ സംസ്കരണ പ്ലാന്റ് വരുന്നത് കൊണ്ട് ശിവരാമപുരം എന്ന കുഗ്രാമം ജനശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യ. ജനങ്ങൾ ശ്രദ്ധിക്കുമല്ല, ഛർദിക്കും. അങ്ങനെ ഛർദിച്ച സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ വിളപ്പൽശാല, കോട്ടയത്തെ വടവാതൂര്, കോഴിക്കോട്ടെ ഞെളിയാമ്പറമ്പ്. അവിടത്തെ ജനങ്ങൾക്കൊക്കെ എന്നാകോപ്പ് ഉന്നമനം ഉണ്ടായിന്നാ നീ പറഞ്ഞു വരുന്നേ. കോലാടി, നിനക്കൊന്നും അറിയില്ല. പൊട്ടക്കിണറ്റിലെ വെറും തവളയാണ് നീ. നീ വടിച്ചിറക്കുന്ന സോപ്പ് പോലെ തേച്ചു വെക്കാൻ വെട്ടി കീറി വെച്ചിരിക്കുന്ന തുണ്ടുകടലാസിലെ വാർത്തകൾ വായിച്ച വിവരം മാത്രമേ നിനക്കുള്ളൂ. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. പോയിട്ട് വരെ പണിയുണ്ട്. കോലാടിയേ, എന്തോ? എടാ കോടാലി, എന്തോ? ഇവന്റെ തലമുടി ഒന്ന് വെട്ടി ഒതുക്ക്. പറ്റ വെട്ടിക്കോ. വേണ്ട വേണ്ട, എന്റെ സ്റ്റൈല് കോടാലി മാമനെ അറിയാം. കോടാലിയല്ല, കോലാടി. ഇത് കണ്ട കൊച്ചുങ്ങൾക്ക് വരെ അറിയാം നീ ഒരു കോടാലിയാണ്. ആയിക്കോട്ടെ. അല്ല കോലാടിയെ, നിന്റെ പെണ്ണ് പിണങ്ങി പോയിന്ന് കേട്ടല്ലോ. പിണങ്ങിയല്ല പോയെ, ഇണങ്ങിയാ പോയെ. ഗോവിന്ദന്റെ കൂടെ. അയൽവാസി ഗോവിന്ദനില്ലേ? അതെന്ത് കഥ? അതൊരു കഥയാ വാസുക്കുട്ട, പറയാതിരിക്കുന്ന ഭേദം. ഇന്നലെ കാലത്ത് ഗോവിന്ദൻ കൊണ്ടുവന്നൊരു 100 രൂപ കൈ വെച്ച എന്നോട് പറഞ്ഞു ഞാൻ പോവാന്ന്. കൂടെ എവിടെയും പോയി. അപ്പഴാ എനിക്ക് മനസ്സിലായത് ആ 100 രൂപ അവൾക്കുള്ള വിലയായിരുന്നു. എന്നിട്ട് നീ പിടിച്ചു നിർത്തിയില്ലേ? പിടിച്ചാ കിട്ടുന്ന ഇനമായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു. പോട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത്. സാരല്ലടാ, നിന്നോടൊപ്പം തഞ്ചത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തരാം. എനിക്കൊന്നും വേണ്ട. അതെന്താടാ? ശുഷ്കാന്തിയുള്ള അയൽവാസികളെ ഇവിടെ വേറെയുണ്ട്.